ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബ്ദതരംഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അനുപ്രസ്ഥ തരംഗങ്ങളും അതിൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു നിർത്തി. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. അപ്പോൾ ഇതിൽ ആവൃത്തി എന്ന് പറയുന്നത് എന്താ? ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. തരംഗദൈർഘ്യം എന്ന് പറയുന്നത് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. സ്ലിംഗി മേശപ്പുറത്ത് വച്ച ശേഷം രണ്ട് അഗ്രങ്ങളും വലിച്ചു പിടിക്കുക. സ്ലിംഗിയുടെ ഒരു അഗ്രത്തെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ച് അനുപ്രസ്ഥ തരംഗ രൂപം സൃഷ്ടിക്കുക. തുടർന്ന് ഇരുവശത്തേക്കുമുള്ള ചലനത്തിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുക. സ്ലിംഗിയിൽ സൃഷ്ടിച്ച തരംഗരൂപത്തിൻ്റെ ആവൃത്തിയിലും തരംഗദൈർഘ്യത്തിലും ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുക. അപ്പോൾ ഒരു സ്ലിംഗി ഉപയോഗിച്ചിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്? അനുപ്രസ്ഥ തരംഗം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സ്ലിംഗിയിൽ ഇങ്ങനെ അനുപ്രസ്ഥ തരംഗം ഉണ്ടാക്കിയതിന് ശേഷം തുടർന്ന് ഇരുവശത്തേക്കും ചലനത്തിൻ്റെ ആവൃത്തി വർദ്ധിപ്പിച്ചിട്ട് അതിലുണ്ടാകുന്ന തരംഗദൈർഘ്യത്തിലും ആവൃത്തിയിലും എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെയുള്ള തരംഗങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ആദ്യം. അതായത് അതിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് തരംഗങ്ങളുടെ എണ്ണം കൂടിക്കൂടിയാണ് വരുന്നത് അല്ലേ. ആദ്യത്തെ ചിത്രത്തിൽ തരംഗങ്ങളുടെ എണ്ണം കുറവാണ്, രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വന്നപ്പോഴോ തരംഗങ്ങളുടെ എണ്ണം കൂടുതലാണ് അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു തരംഗത്തെ സംബന്ധിച്ച് അതിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുത്തിയാൽ തരംഗദൈർഘ്യത്തിന് മാറ്റമുണ്ടാകുമോ എന്ന്. അപ്പോൾ മാറ്റമുണ്ടാകുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാറ്റമുണ്ടാകും, നമുക്കത് നോക്കാം. ഒരു മാധ്യമത്തിലൂടെ ഒരേ സമയം ഇടവേളകളിൽ ഉണ്ടായ ഒരേ ആയതിലുള്ള രണ്ട് തരംഗങ്ങളുടെ ചിത്രീകരണം നൽകിയിരിക്കുന്നു. അപ്പോൾ രണ്ട് പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ചിത്രം 1.14a തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം എത്ര? അപ്പോൾ 1.14a തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് നമുക്ക് 4 മീറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് അതെങ്ങനെ കിട്ടുന്നതെന്ന്. അതായത് തരംഗദൈർഘ്യം എന്ന് പറയുന്നത് ഒരു തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഒരു തരംഗം എന്ന് പറയുന്നത് 0-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 4-ൽ അവസാനിക്കുമ്പോഴാണ് ഒരു തരംഗം ആവുന്നത് അല്ലേ. അപ്പോൾ അത്രയും ദൂരം എന്ന് പറയുന്നത് 4 മീറ്റർ എന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പോയിന്റുകൾ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിൻ്റെ തരംഗദൈർഘ്യം കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സമാന കമ്പനാവസ്ഥയിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലത്തിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? തരംഗദൈർഘ്യമായിട്ട് എടുക്കാം. അപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് എടുക്കാം. അപ്പോൾ എ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അവസാനിക്കുന്നതോ 5 എന്ന് പറയുന്ന ആ ഒരു ദൂരത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കിട്ടും. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം 1.14b തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം കണ്ടെത്തുക. 1.14bയിലേക്ക് വരുമ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 എന്ന് പറയുന്ന പോയിന്റിലാണ് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. രണ്ട് തരംഗങ്ങളും ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ 12 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ് എടുത്തുവെങ്കിൽ ചിത്രം 1.14a തരംഗത്തിൻ്റെ ആവൃത്തി എത്രയാണ്? ഈ ഒരു തരംഗത്തിൻ്റെ ആവൃത്തി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആവൃത്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെക്കൻഡിൽ ഒരു വസ്തുവിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. 1.14a എത്ര തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. അതായത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4-ൽ അവസാനിക്കുമ്പോൾ ഒരു തരംഗം, 4-ൽ നിന്നും ആരംഭിച്ച് 8-ൽ ചെല്ലുമ്പോൾ രണ്ടാമത്തത് അല്ലേ, 8-ൽ നിന്നും ആരംഭിച്ചിട്ട് 12-ൽ എത്തുമ്പോൾ 3. അപ്പോൾ എത്ര തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്? 3 തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഒരു കമ്പനം എന്ന് പറയുന്നതും ഒരു തരംഗം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ 3 തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് 3 ഹെഡ്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം 1.14b തരംഗത്തിൻ്റെ ആവൃത്തിയോ. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് എണ്ണി നോക്കാം. ബി എന്ന് പറഞ്ഞ പിക്ചറിൽ വരുമ്പോൾ 0-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 2-ൽ ഒരു തരംഗം അവസാനിക്കും. പിന്നെയോ 4-ൽ, 6-ൽ, 8-ൽ, 10-ൽ, 12-ൽ എത്ര ഉണ്ടാവുന്നുണ്ട്? ആകെ 6 തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് 6 ഹെഡ്സ് ആണ്. ഏതു തരംഗത്തിനാണ് തരംഗദൈർഘ്യം കൂടുതൽ? ഏതിനാ? എക്ക് തരംഗദൈർഘ്യം കൂടുതൽ അല്ലേ. അതിന് 4 വന്നിരിക്കുന്നത്, രണ്ടാമത്തേനോ 2 വന്നത് അല്ലേ. ആവൃത്തി കൂടിയ തരംഗം ഏത്? ആവൃത്തി കൂടിയത് ഏതായിരിക്കും? ബി എന്ന് പറയുന്ന പിക്ചറാണ് അല്ലേ. തരംഗദൈർഘ്യവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. രണ്ട് തരംഗങ്ങളും 12 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം തുല്യമാണല്ലോ. അപ്പോൾ തരംഗവേഗം തുല്യമല്ലേ? അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. രണ്ടും സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം തുല്യമായതുകൊണ്ട് തന്നെ തരംഗത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് തുല്യം തന്നെയായിരിക്കും.
വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് എഫ് അനുപാതം 1/λ. ഇവിടെ 1/λ എന്ന് പറയാൻ കാരണം ആവൃത്തിക്ക് വിപരീത അനുപാതത്തിലാണ് തരംഗദൈർഘ്യം. അതുകൊണ്ടാണ് 1/λ വന്നത്. ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ. അതുകൊണ്ടാണ് വിപരീത അനുപാതം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് തരംഗവേഗം, ആവൃത്തി, തരംഗദൈർഘ്യം ഇവ തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ നേരത്തെ നോക്കിയത് ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. അതായത് ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇത് മൂന്നും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. ചിത്രം 1.15 വിശകലനം ചെയ്ത് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തരംഗദൈർഘ്യം ലാംഡ എത്രയാണ്? അതായത് ഈ തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിക് ചിത്രീകരണത്തിന്റെ തരംഗദൈർഘ്യം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ തരംഗം ആരംഭിക്കുന്നത് 0-ൽ നിന്നും ആരംഭിച്ചിട്ട് 2-ലാണ് അവസാനിക്കുന്നത്. നമുക്ക് പറയാം ആ തരംഗത്തിന്റെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഓയിൽ നിന്ന് എയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ആവൃത്തിയുടെ എണ്ണം. ഇവിടെ തരംഗം ആരംഭിക്കുന്നത് ഓയിൽ നിന്നാണ്. അതിനുശേഷം 2 എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ അവിടെ ഒരു തരംഗം ഉണ്ടാവുന്നുണ്ട് അല്ലേ. അത് പിന്നെ 2-ൽ നിന്നും 4-ലെത്തുമ്പോൾ രണ്ടാമത്തതും 4-ൽ നിന്നും 6-ലെത്തുമ്പോൾ മൂന്നാമത്തതും ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര എണ്ണം? 3 എണ്ണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 ഹെഡ്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 1 സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരമല്ലേ തരംഗവേഗം? തരംഗവേഗം എത്രയാണ്? അതായത് 1 സെക്കൻഡിൽ ഒരു തരംഗം എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട്? 6 മീറ്ററാണ് സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ തരംഗവേഗം എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം? 6 മീറ്റർ/സെക്കൻഡ് എന്ന് കൊടുക്കാം. തരംഗദൈർഘ്യം, ആവൃത്തി, തരംഗവേഗം ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തി എഴുതൂ. നോക്കിയേ ഇവിടെ തരംഗദൈർഘ്യം 2ഉം അതേപോലെ തന്നെ ആവൃത്തി എന്ന് പറയുന്നത് 3ആണ് അല്ലേ. 2 × 3 6 വരുന്നത്. അപ്പോൾ തരംഗവേഗം എന്ന് പറഞ്ഞാൽ എന്താ? തരംഗദൈർഘ്യവും ആവൃത്തിയും തമ്മിൽ ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? തരംഗവേഗം കിട്ടുന്നത്. അപ്പോൾ തരംഗവേഗം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തരംഗവേഗം = ആവൃത്തി × തരംഗദൈർഘ്യം. അതായത് V = F × λ. അടുത്തത് നമുക്ക് നോക്കാം. തരംഗത്തിലെ കണികകളുടെ ഒരു പ്രത്യേക സമയത്തെ അവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ എത്ര ശൃംഗങ്ങളുണ്ട്? നമുക്ക് നോക്കാം. ശൃംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെയാണ് ശൃംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. ഇവിടെ 1, 2, 3 ശൃംഗങ്ങളാണ് ഉള്ളത് അല്ലേ. എത്ര ഗർത്തങ്ങളുണ്ട്? 1, 2, 3 ഗർത്തങ്ങളാണ് ഉള്ളത്. ഇതിന്റെ തരംഗദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ തരംഗദൈർഘ്യം എത്ര വരും? തരംഗം 0-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 8-ലാണ് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് 8 മീറ്റർ ആയിരിക്കും. അടുത്തത്, വായുവിൽ 350 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു അനുദൈർഘ്യ തരംഗത്തിന്റെ ആവൃത്തി 35 ഹെർട്സ് എങ്കിൽ ഈ തരംഗത്തിന്റെ അടുത്തടുത്ത 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എത്രയാണ്? ഇവിടെ നമുക്ക് തരംഗവേഗം തന്നിട്ടുണ്ട്. V 350 മീറ്റർ/സെക്കൻഡ് ആണ്. ആവൃത്തി F എന്ന് പറയുന്നത് 35 ഹെർട്സ് ആണ്. തരംഗദൈർഘ്യമാണ് കണ്ടെത്താനുള്ളത്. സമവാക്യം വരുന്നത് വേഗം V = ആവൃത്തി × തരംഗദൈർഘ്യം. അതായത് V = F × λ. നമുക്ക് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലത്തെ നമുക്ക് എന്തായിട്ട് എടുക്കാം? തരംഗദൈർഘ്യമായിട്ട് എടുക്കാം. അതാണ് ലാംഡ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും λ = V/F കിട്ടും. ഇവിടെ V എന്ന് പറയുന്നത് 350, F തന്നിരിക്കുന്നത് 35 ആണ്. അപ്പോൾ നമുക്ക് 350/35 = 10 മീറ്റർ ആയിരിക്കും 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. അടുത്തത്, അടുത്തടുത്ത 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം 3. അതായത് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലവും നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 10 മീറ്റർ തന്നെയാണ്. അടുത്തത്, 175 ഹെർട്സ് ആവൃത്തിയുള്ള ശബ്ദ തരംഗത്തിന്റെ തരംഗദൈർഘ്യം 2 മീറ്റർ ആണ്. ശബ്ദവേഗം കണക്കാക്കുക. ഇവിടെ ആവൃത്തി വന്നിട്ടുണ്ട്. F എന്ന് പറയുന്നത് 175 ഹെർട്സ് ആണ്. തരംഗദൈർഘ്യം λ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ശബ്ദവേഗം V ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. V കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ F × λ ആണ്. F എന്ന് പറഞ്ഞാൽ 175 × λ എന്ന് പറയുന്നത് 2. 175 × 2 ചെയ്യുമ്പോൾ 350 മീറ്റർ/സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്താണ് നോക്കാനുള്ളത് ശബ്ദത്തിന്റെ പ്രതിപതനം. ശബ്ദതരംഗങ്ങൾ വസ്തുക്കളിൽ തട്ടി പ്രതിപതിക്കുമോ? നമുക്ക് നോക്കാം. 1 മീറ്റർ നീളമുള്ള 2 PVC പൈപ്പുകൾ, ഗ്ലാസ് പ്ലേറ്റ്, അലാം ക്ലോക്ക് എന്നിവ ചിത്രത്തിൽ കാണുന്നത് പോലെ സജ്ജീകരിക്കുക. B എന്ന പൈപ്പ് വ്യത്യസ്ത കോണിൽ ക്രമീകരിച്ച് ക്ലോക്കിൽ നിന്നുള്ള ടിക് ടിക് ശബ്ദം ശ്രവിക്കൂ. ക്ലോക്കിൽ നിന്നുള്ള ശബ്ദം B എന്ന പൈപ്പിലൂടെ കേൾക്കാനുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1 മീറ്റർ നീളമുള്ള 2 PVC പൈപ്പുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രത്തിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിൻ്റെ ഒരറ്റത്ത് ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം A എന്ന് പറയുന്ന പൈപ്പിൻ്റെ ആ വായുഭാഗത്ത് ഒരു ക്ലോക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം B എന്ന് പറയുന്ന വശത്താണ് നമ്മൾ ചെന്ന് നിന്ന് ശബ്ദം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലോക്കിൻ്റെ ആ ഒരു ശബ്ദം Aയിൽ എന്ന് പറയുന്ന പൈപ്പിലൂടെ സഞ്ചരിച്ച് ഗ്ലാസ് പ്ലേറ്റിൽ തട്ടിയിട്ട് നമുക്ക് ആ Bയിൽ നിന്ന് പൈപ്പിലൂടെ കേൾക്കാൻ വേണ്ടി സാധിക്കും.
പ്ലേറ്റിൽ തട്ടി പ്രതിപദിക്കുന്നത് മൂലമാണല്ലോ ബി എന്ന പൈപ്പിലൂടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത്. അതങ്ങനെ തന്നെയാണ് അല്ലേ? പിന്നെയോ ഗ്ലാസ് പ്ലേറ്റിന് പകരം പരിപരുത്ത പ്രതലങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക. ആ ഗ്ലാസ് പ്ലേറ്റിന് പകരം എന്തെങ്കിലും ഒരു പരിപരുത്ത ഒരു പ്രതലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം കേട്ട ശബ്ദത്തേക്കാളും കുറച്ച് കുറവായിട്ടായിരിക്കും ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. അതായത് പരിപരുത്ത പ്രതലങ്ങൾ ശബ്ദത്തിനെ ആഗിരണം ചെയ്യാണ് ചെയ്യുന്നത്. മിനുസുള്ള പ്രതലങ്ങൾ ശബ്ദത്തിനെ പ്രതിപദിപ്പിക്കും. അതായത് തട്ടി തെറിച്ചു പോകും. അതിൽ തട്ടി ശബ്ദങ്ങളൊക്കെ തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട് പ്രതിപദിച്ചു എന്ന ശബ്ദത്തിന്റെ ഉച്ചത കുറയുന്നതായി അനുഭവപ്പെടുന്നില്ലേ? കാരണം എന്തായിരിക്കും? അപ്പോൾ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിനി ആ ബോക്സിലൂടെ കൂടി നോക്കാം. മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിപ്പിക്കും. ശബ്ദത്തിന്റെ പ്രതിപദനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അതായത് സൗണ്ട് ബോർഡുകൾ ചിത്രം 1:18A അതായത് ഇവിടെ സൗണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പിന്നെയോ ഹാളിൽ വളച്ചു നിർമ്മിച്ചിരിക്കുന്ന സീലിങ്ങുകൾ 1:18B എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൗണ്ട് ബോർഡുകളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു വളഞ്ഞിരിക്കുന്ന പ്രതലത്തിൽ തട്ടിയിട്ട് ശബ്ദം അതിൽ തട്ടി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. പിന്നെയോ രണ്ടാമത്തെ ബി എന്ന് പറയുന്നതിലാണെന്നുണ്ടെങ്കിൽ സീലിംഗ് വളച്ചു നിർമ്മിച്ചിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ശബ്ദത്തിനെ പ്രതിപദിപ്പിക്കും. അപ്പോൾ ആ ഹാളിലിരിക്കുന്ന എല്ലാവർക്കും ആ ശബ്ദത്തിനെ ഒരേപോലെ ശ്രവിക്കാൻ വേണ്ടി സാധിക്കും. ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെ പ്രതിപദിപ്പിച്ച് ഹാളിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ശബ്ദത്തിൻ്റെ പ്രതിപദനം എന്ന്. അതായത് ശബ്ദം മിനുസമുള്ള പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രതിപദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിപദനം തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോഴാണ് അതിനെ ആവർത്തന പ്രതിപദനം എന്ന് പറയുന്നത്. അടച്ചിട്ടിരിക്കുന്ന ഹാളിൽ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ശ്രോതാവിലേക്ക് എത്തുന്ന വിധമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ നോക്കിയേ, ആ ശബ്ദം ആ റൂമിൻ്റെ പല ഭാഗങ്ങളിലും തട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത് അല്ലേ? പല സൈഡുകളിലും തട്ടുന്നുണ്ട്. സ്രോതസ്സിൽ നിന്നുള്ള ശബ്ദം എല്ലായ്പ്പോഴും നേരിട്ട് മാത്രമാണോ ശ്രോതാവിലേക്ക് എത്തുന്നത്? അല്ലല്ലോ, പല സ്ഥലങ്ങളിലും തട്ടിയിട്ടാണ് അത് ശ്രോതാവിലേക്ക് എത്തുന്നത്. പ്രതിപദിച്ചു വരുന്ന ശബ്ദങ്ങൾ വീണ്ടും പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനം എന്ന് പറയുന്നത്. അതായത് ഒരു ശബ്ദം ഒരു സ്ഥലത്ത് തട്ടി പ്രതിപദിക്കുക, അതിനുശേഷം അവിടെ നിന്നും വീണ്ടും വേറെ സ്ഥലത്ത് തട്ടി പ്രതിപദിക്കുക, അതിനുശേഷം വീണ്ടും പ്രതിപദിക്കുക, അങ്ങനെ ആവർത്തിക്കുമ്പോഴാണ് അതിനെ ആവർത്തന പ്രതിപദനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് പ്രതിധ്വനിയാണ്. അതായത് എക്കോ എന്ന് പറയുന്നത്. എക്കോ പോയിന്റിൽ ഉച്ചത്തിൽ വിളിക്കുന്ന അതേ ശബ്ദം അല്പസമയത്തിന് ശേഷം വീണ്ടും കേൾക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഒരു മലയുടെ മുകളിൽ, നല്ല ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ ശബ്ദം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ശബ്ദം എവിടേക്കൊക്കെയോ പോയി കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അത് തിരിച്ചു വരും അല്ലേ? അങ്ങനെയുള്ള ആ ഒരു ശബ്ദത്തിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്, പ്രതിധ്വനി എന്ന് പറയുന്നത്. അടച്ചിട്ടിരിക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്നതുമായ വലിയ ഹാളിനുള്ളിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും ചില മലകളുടെ അകലെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയോ കൈകൊട്ടുകയോ ചെയ്യുമ്പോഴും അല്പസമയത്തിനു ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയുമല്ലോ. പ്രതിധ്വനി എന്ന പ്രതിഭാസം മൂലമാണ് ഇത് സാധ്യമാകുന്നത്. അപ്പോൾ പ്രതിധ്വനിയുടെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യ ശബ്ദം ശ്രവിച്ചതിനു ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിധ്വനി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാം, ചെറിയ മുറിക്കുള്ളിൽ പ്രതിധ്വനി കേൾക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമ്മൾ വലിയ ഹാളിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? ഇനി ചെറിയ മുറിയുടെ ഉള്ളിൽ ഇതുപോലുള്ള പ്രതിധ്വനി ഉണ്ടാകാത്തതിനുള്ള കാരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യ ശബ്ദം പ്രതിപദിച്ചതിന് ശേഷം വീണ്ടും വ്യക്തമായി കേൾക്കണമെങ്കിൽ പ്രതിപദന തലം ശ്രോതാവിൽ നിന്നും ചുരുങ്ങിയത് എത്ര അകലത്തിലായിരിക്കണമെന്നോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. ആ ഒരു ശബ്ദം ഒരു ചുമരുമേൽ തട്ടിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളും ആ ചുമരും തമ്മിലുള്ള അകലം എത്രയായിരിക്കണമെന്ന് നോക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതാണ് പ്രതിപദന തലം എന്ന് പറയുന്നത്. ഒരു ശബ്ദം നമ്മിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത. ഈ സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അപ്പോൾ ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ശബ്ദം കേട്ടിട്ട് അത് 1/10 സെക്കൻഡ് സമയം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുക. അപ്പോൾ ചെവിയുടെ ആ ഒരു കഴിവിനെ പറയുന്നതാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു 1/10 സെക്കൻഡിനുള്ളിൽ വേറൊരു ശബ്ദം കൂടി നമ്മുടെ ചെവിയിൽ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് കേൾക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യ ശബ്ദം ശ്രവിച്ച് ചുരുങ്ങിയത് എത്ര സമയം കഴിഞ്ഞാലാണ് പ്രതിധ്വനി വ്യക്തമായി കേൾക്കാൻ കഴിയുക? ഈ സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ 2 ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വായുവിലെ ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് ആയി പരിഗണിക്കുക. അപ്പോൾ വായുവിലുള്ള ശബ്ദത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ദൂരം കാണുന്ന സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? വേഗം ഇൻറ്റു സമയമാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ വേഗം എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ സമയം എന്ന് പറയുന്നത് എത്രയാ? 1/10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 350 ഇൻറ്റു 1/10 എന്ന് പറയുമ്പോൾ 350 ഒരു 0യും 10 ഒരു 0യും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 35 മീറ്റർ നമുക്ക്
നമുക്ക് കിട്ടും. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ചുരുങ്ങിയത് 35 മീറ്ററിൻ്റെ പകുതിയായ 17.5 മീറ്റർ അകലെ ആയിരിക്കണം. അപ്പോൾ പ്രതിധ്വനി കേൾക്കാനുള്ള അകലം എന്ന് പറയുന്നത് 17.5 മീറ്റർ ആയിരിക്കണം. ഇനി പ്രതിപതന തലം 17.5 മീറ്റർ കൂടുതലാണെങ്കിൽ അതേ ശബ്ദം വീണ്ടും വേർതിരിച്ച് കേൾക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ എന്ന്. അപ്പോൾ 17.5 മീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിധ്വനി കേൾക്കാൻ സാധിക്കും. ഇനി അത് 17.5 മീറ്ററിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതേ ശബ്ദം നമുക്ക് വേർതിരിച്ച് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഒരു കതിനവെടി പൊട്ടുന്നതിൻ്റെ പ്രതിധ്വനി 1 സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആൾ തന്നെ കേൾക്കുന്നു. പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്നും പ്രതിപതന തലം എത്ര അകലെയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, അത് അവർ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ വായുവിലെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗം എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രതിപതന തലത്തിലേക്കുള്ള അകലം d എന്നിരിക്കട്ടെ. അതായത് ഒരു സ്രോതസ്സിൽ നിന്നും ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് അത് ഒരു ചുമരിൽ ചെന്ന് തട്ടാന്ന് വിചാരിക്കുക. അതാണ് പ്രതിപതന തലം. അപ്പോൾ അവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. എങ്കിൽ പ്രതിപതന തലത്തിലേക്കും തിരിച്ചും ശബ്ദം സഞ്ചരിക്കുന്ന ആകെ ദൂരം 2d ആയിരിക്കുമല്ലോ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയാം. എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നും ശബ്ദം സഞ്ചരിച്ച് ബി എന്ന് പറയുന്ന പോയിന്റിലെത്താണ്. അതാണ് പ്രതിപതന തലം. അപ്പോൾ എയിൽ നിന്നും ബി വരെ സഞ്ചരിക്കാൻ d എന്ന് പറയുന്ന ദൂരമാണ് എടുക്കുന്നത്. തിരിച്ച് അവിടെ ചെന്ന് തട്ടി തിരിച്ച് വീണ്ടും എയിലേക്ക് വരാൻ വീണ്ടും d എന്ന് പറയുന്ന ദൂരം എടുക്കും. അപ്പോൾ ആകെ ദൂരം എന്ന് പറയുന്നത് എത്രയാ? d + d 2d ആണ് അല്ലേ? അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 2d ആണ്. അപ്പോൾ നമുക്ക് സമവാക്യത്തിലേക്ക് വരാം. ശബ്ദത്തിൻ്റെ വേഗം = സഞ്ചരിച്ച ആകെ ദൂരം / സമയം. സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് 2d ആണ്, സമയം എന്ന് പറയുന്നത് t ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? തമ്മിലുള്ള, അതായത് സ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ സമവാക്യത്തിൽ 2d = v × t വരും അല്ലേ? നമുക്ക് d അല്ലേ കണ്ടുപിടിക്കേണ്ടു. അപ്പോൾ ആ ഡിയിലെ 2 ഇതിൻ്റെ താഴേക്ക് വരും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഞാൻ എഴുതിയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് v = 2d/t. ഇതാണ് നമ്മുടെ സമവാക്യം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് d ആണ് കണ്ടുപിടിക്കേണ്ടത്. d കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിയുടെ ഒപ്പം 2 കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആ 2d എടുക്കാം. അതിന് ശേഷം 2d = v × t, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. v × t. അതിന് ശേഷം നമുക്ക് d അല്ലേ കാണേണ്ടത്. അപ്പോൾ ഡിയുടെ ഒപ്പം ആരുണ്ട്? 2 ഉണ്ട്. അപ്പോൾ v × t/2. അവിടെ താഴെ 2 വരും. മനസ്സിലായല്ലോ? അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും താഴത്തേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ v എന്ന് പറയുന്നത് 350 ആണ്, t എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ 350 × 1 / 2. 350നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 175 മീറ്റർ ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം? ഇവിടെ ജലത്തിൽ ശബ്ദം സഞ്ചരിച്ച് വേഗം തന്നിട്ടുണ്ട് 1480 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ജലത്തിൻ്റെ ശബ്ദവേഗം തന്നിട്ടുണ്ട് 1480 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് പ്രതിധ്വനി കേൾക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണ് അല്ലേ? ഇനി പ്രതിപതന തലത്തിലേക്കുള്ള അകലം d ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v = 2d/t ആണ് അല്ലേ? അപ്പോൾ അതിൽ 2d = v × t. ഇവിടെ v എന്ന് പറയുന്നത് 1480 × t എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണ്. ആ ഇക്വേഷനിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1480-ലെ 0യും 10-ലെ 0യും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് കിട്ടുന്നത് 148 ആയിരിക്കും. അതായത് 2d ആണ് ഇവിടെ 148 കിട്ടിയിരിക്കുന്നത്. ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് സ്രോതസ്സിൽ നിന്നും പ്രതിപതന തലത്തിലേക്കുള്ള അകലമാണ് കാണേണ്ടത്. അതായത് d ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 2d ആണ്. 2d എന്ന് പറയുന്നത് 148 ആണ്. അപ്പോൾ നമുക്ക് d കണ്ടുപിടിക്കുമ്പോൾ 148/2 74 മീറ്റർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇതോടുകൂടി ഈ ഒരു പാർട്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.